നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മുറക്കി വന്ന വിവാദങ്ങൾ, പിന്നാലെ വന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ, നിരനിരയായി എത്തിയ താരപ്രചാരകർ, പടിപടിയായി ഉയർന്ന വാഗ്ദാന പെരുമഴ, എല്ലാത്തിനുമൊടുവിൽ ഭരണ തുടർച്ചയോ അതോ ഭരണമാറ്റമോ? കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വിധി എഴുതുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് എന്തൊക്കെ? ഗെയിം ചേഞ്ചർ ആകാൻ എന്തായാലും ഇത്തവണ SIR ഉണ്ട്. ജനങ്ങളുടെ മനസ്സിൽ എന്ത് എന്നുള്ളത് മെയ് 4-ന് അറിയാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഉറപ്പായും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു വോട്ടിൽ എന്താകാനാണെന്ന് കരുതുന്നവർ ഓർക്കുക, ഒരു വോട്ടിൽ പോലും കാര്യങ്ങൾ മാറി മറിയാം. പല തുള്ളി പെരുവെള്ളം. അതിനാൽ മറക്കാതെ ഉറപ്പായും വോട്ട് ചെയ്യുക. എന്തായാലും പോളിംഗ് ബൂത്തിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. പ്രധാന വാർത്തകളിലേക്ക് പോയ ശേഷം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ആവേശം ക്ലൈമാക്സിൽ. വോട്ടെടുപ്പ് തുടങ്ങി. ജനവിധി തേടുന്നത് 883 സ്ഥാനാർത്ഥികൾ. കനത്ത സുരക്ഷ. സമഗ്ര കവറേജുമായി അമൃത ന്യൂസ്. മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് LDF, അധികാരത്തിൽ തിരിച്ചു വരാൻ UDF, ചുവടുറപ്പിക്കാൻ NDA. അവസാന ലാപ്പിലും ആരോപണ പ്രത്യാരോപണങ്ങൾ. അസമും പുതുച്ചേരിയും വിധി എഴുതുന്നു. അതീവ സുരക്ഷയിൽ പോളിംഗ് കേന്ദ്രങ്ങൾ. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണങ്ങളോടെ ഉടൻ തുറന്നേക്കും. ഇറാനുമായി സമാധാന ചർച്ചയ്ക്കായി അമേരിക്കൻ സംഘം പാകിസ്ഥാനിലേക്ക്. IPL-ൽ അവസാന പന്ത് വരെ ആവേശം. ഡൽഹിക്കെതിരെ ഗുജറാത്തിന് 1 റൺസിന്റെ ജയം. KL രാഹുലിന്റെയും മില്ലറുടെയും പോരാട്ടം പാഴായി. ഇന്നത്തെ മത്സരം കൊൽക്കത്തയും ലക്നൌവും തമ്മിൽ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. വൈകിട്ട് 6 മണി വരെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. 2500 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അക്രമ സാധ്യതയുള്ള ഇടങ്ങളിൽ നിരോധനാജ്ഞയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്താകെ 2,71,00,000-ലേറെ വോട്ടർമാരാണുള്ളത്. 883 സ്ഥാനാർത്ഥികളാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുന്നത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകണം, കാരണം തലസ്ഥാന നഗരമാണല്ലോ. മൺഫിൽട്ട് ചേരുകയാണ് അവിടെ നിന്ന്. മൺഫിൽട്ട്, നമുക്കറിയാം 14 ഇടങ്ങളിൽ 13 ചുവന്ന് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഇത്തവണത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ, കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം. അവിടെ ഇപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് എങ്ങനെയാണ്? വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ പ്രധാനമായും മോഹൻലാൽ അടക്കമുള്ള താരങ്ങളൊക്കെ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ശ്രീജ, തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസം, ഏറ്റവും കേരളം ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു ദിവസമാണ് വോട്ടെടുപ്പിന്റെ ദിവസം. ജനങ്ങൾ വിധി എഴുതുന്ന സുപ്രധാനമായ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എല്ലാ ബൂത്തുകളിലും തന്നെ രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ എത്തിയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ നഗരഭാഗങ്ങളിലൊക്കെ തന്നെയും രാവിലെ മുതൽ തന്നെയും ബൂത്തുകളിലൊക്കെ തന്നെയും ഒരു നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ അതേ രീതിയിലൊരു നീണ്ട ക്യൂ കാണാൻ കഴിയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്ത്, അതായത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം മണ്ഡലത്തിലാണ്. നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുടവൻമുകൾ സ്കൂളിലാണ്. അവിടെ മലയാളത്തിന്റെ മഹാനടൻ, പ്രിയ നടൻ മോഹൻലാൽ, അദ്ദേഹം രാവിലെ തന്നെ തുടക്കത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ പ്രക്രിയ നിർവഹിക്കാനായി, കൃത്യനിർവഹണത്തിന്റെ ആ കടമ നിർവഹിക്കാനായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ, അദ്ദേഹത്തിന്റെ ജനിച്ചു വീണ നാട്ടിൽ, ആ മുടവൻമുകൾ അദ്ദേഹം പഠിച്ച സ്കൂൾ, മുടവൻമുകൾ സ്കൂളിലെ അവിടെയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി, അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കാനായി അദ്ദേഹം എത്തി നിൽക്കുന്ന ദൃശ്യം. ഒപ്പം തന്നെ 2 സ്ഥാനാർത്ഥികൾ, LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളായ V ശിവൻകുട്ടിയും ഒപ്പം തന്നെയും ശബരിനാഥും അദ്ദേഹത്തോട് നേരിട്ട് കാണാനും ഒക്കെ നിൽക്കുന്ന ഒരു ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ മുടവൻമുകളിൽ മാത്രമല്ല എല്ലാ ഇടത്തും തന്നെയും തിരുവനന്തപുരം
തിരുവനന്തപുരം തലസ്ഥാനത്ത് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്കും വോട്ടുള്ളത് ജില്ലയിൽ തന്നെയാണ്. എല്ലാവരും തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഏറെക്കുറെ രാവിലെ 10 മണിയോടുകൂടി തന്നെ അവരവരുടെ സമ്മതിദാനം നിർവഹിക്കും. കാരണം അത്രയേറെ തിരക്കുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ഈ രാവിലെ 7 ഇപ്പോൾ ഇവിടെ ശിവൻകുട്ടി അദ്ദേഹം നിൽക്കുന്നു, ശബരിനാഥ് നിൽക്കുന്നു. ഇവരൊക്കെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ തന്നെ 7:30-8 മണി എന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ സമയം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, ശ്രീലേഖ, ഇപ്പോൾ കടകം വിളിച്ചിട്ട് എല്ലാ പ്രമുഖരും ഒക്കെ തന്നെ രാവിലെ 7:30 വോട്ട് കൃത്യമായ സംവിധാനം നിർവഹിക്കാനായി അവർ എത്തുന്നു. വലിയ രീതിയിലുള്ള ഒരു മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു ശ്രദ്ധാകേന്ദ്രം കൂടിയായി മാറുന്നു നമ്മുടെ സ്കൂൾ തന്നെ. കാരണം രാവിലെ ശരി അൻഫിൽഡ്, എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മോഹൻലാലിനൊപ്പം നേമത്തെ 2 സ്ഥാനാർത്ഥികളുമുണ്ട്. വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ശബരിനാഥനുമുണ്ട്. അവിടെ കാണാൻ സാധിക്കാത്ത രാജീവ് ചന്ദ്രശേഖരനെ മാത്രമാണ്. എന്തായാലും വലിയൊരു ആവേശം, എല്ലാവരും ഉടൻ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ഇപ്പോൾ എത്തുന്നുണ്ട്. MM രാഗേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കോഴിക്കോട് നിന്നും രാഗേഷ് വിവരങ്ങൾ നൽകും. രാഗേഷ്, അവിടെ മുഹമ്മദ് റിയാസ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. അതെ, പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോഴിക്കോട് കോട്ടൂളി UP സ്കൂളിലെ 162-ാം ബൂത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇവിടെയാണ് വോട്ടുള്ളത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ ആണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്താനുള്ളത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ബേപ്പൂർ മണ്ഡലത്തിലേക്ക് പോവുക. അതിരാവിലെ തന്നെ വളരെ വലിയ നീണ്ട ക്യൂ തന്നെയാണ് നമുക്ക് ഈ കോട്ടൂളി UP സ്കൂളിൽ കാണാനാകുന്നത്. നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ അവരവരുടെ ഭാഗവാക്കാവുക എന്നുള്ള കടമ നിർവഹിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. PA മുഹമ്മദ് റിയാസ് 162-ാം ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ വോട്ടാണിത്. അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കോട്ടൂളിയിലാണ്. നേരത്തെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യുന്നതിനുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ഒപ്പം തന്നെ വനിതകൾ നിയന്ത്രിക്കുന്ന ബൂത്ത്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളിലും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ആളുകൾ വലിയ തോതിൽ ബൂത്തുകളിലേക്ക് എത്തുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ തന്നെ ഗണ്യമായ ഒരു വർധന ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി നീണ്ട ക്യൂ തന്നെയാണ് നമുക്ക് കോട്ടൂളിയിൽ കാണാനാകുന്നത്. ശരി രാഗേഷ്, എന്തായാലും നമ്മളൊന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ഉള്ളത് ജോസഫാണ്. ജോസഫ്, നമുക്കറിയാം ശക്തമായൊരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ. പേരാവൂരിൽ ഇത്തവണ ശക്തമായൊരു മത്സരം നടക്കുന്നു. ഒപ്പം തന്നെ തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നൊരു ഇടമായി കണ്ണൂർ മാറിയിരിക്കുന്നു. എന്തായാലും അവിടെ ഇന്ന് രാവിലത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ പോളിംഗ് സ്റ്റേഷനുകളിൽ? ശ്രീജ, തീർച്ചയായും രാവിലെ മുതൽ തന്നെ കനത്ത തിരക്കാണ് ഈ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് RC അമല സ്കൂളിലാണ്. ധർമ്മടം മണ്ഡലത്തിലാണ് ഈ സ്കൂളുള്ളത്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിടുന്നത്. സാധാരണയായി വോട്ട് ചെയ്യാൻ അദ്ദേഹം കാൽനടയായി എത്താറാണ് പതിവ്. ഇത്തവണ ആ പതിവ് തെറ്റിക്കുമില്ല എന്നാണ് ആകാംക്ഷഭരിതമായി നോക്കിക്കാണുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്ത ശേഷം തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ തവണയും അദ്ദേഹം ആദ്യം തന്നെ പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. ഇത്തവണയും ആ കാഴ്ച നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം കൈകൾ ഉയർത്തിക്കാട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. ജോസഫിന് തുടരാം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിലാണ് വോട്ടർമാരും അതുപോലെ തന്നെ മുന്നണികളും. കാരണം വെയിൽ കനക്കുന്നതിന് മുമ്പ് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഈ മുന്നണികൾ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ രീതിയിലുള്ള ക്യൂ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നീണ്ട നിര എല്ലാ പോളിംഗ് സ്റ്റേഷന് മുമ്പിലും കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം യന്ത്ര തകരാർ ഉൾപ്പെടെ ഒരു പ്രശ്നങ്ങളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷയും ഇതിനോടനുബന്ധിച്ച് കേന്ദ്രസേനയെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ഇതിനോടകം തന്നെ ജില്ലാ പോലീസ് മേധാവി
നേതൃത്വം വഹിക്കുന്ന സംഘം ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും സമാധാനപരമായിട്ടാണ് ഇതുവരെ പോളിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത രീതിയിലുള്ള ആൾക്കൂട്ടം ഈ എല്ലാ പോളിംഗ് സ്റ്റേഷന് മുമ്പിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ കാഴ്ചകൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള ക്യൂ, ആളുകളുടെ നീണ്ട നിര രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പരമാവധി വോട്ടുകൾ പെട്ടിയിലെത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. ഈ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പയ്യന്നൂർ മണ്ഡലമാണ്. ഈ CPM വിമതരുയർത്തുന്ന വെല്ലുവിളി അത് മറികടക്കാൻ സാധിക്കുമോ എന്നൊരു ആശങ്കയാണ് CPM നേതൃത്വത്തിനുള്ളത്. അതുപോലെ തന്നെ തളിപ്പറമ്പിലും സമാനമായ സ്ഥിതിയാണ് നിലവിലുള്ളത്. പേരാവൂരിലും ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫും CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശരി ജോസഫ് ഇടപെടുകയാണ്. സുരേഷ് ഗോപി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ എൻ്റെ ആദ്യത്തെ വോട്ട് വളരെ ആദരപൂർവ്വം ചാർത്തി. ഞാൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത് ആ നാമമാണ്. അപ്പോൾ അത് അവിടെ മുതൽ ഒരു നിമിത്തവും ഒരു ദൗത്യവുമായി തോന്നി. ഇത്തവണ ഗുരുവായൂർ വോട്ട് ചെയ്യാൻ സാധിച്ചു. ഗുരുവായൂരപ്പൻ എന്നാണ്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി അങ്ങയോടൊപ്പം ഉണ്ട്. പ്രസ്താവനകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കില്ല. പ്രസ്താവന എല്ലാവരും ഇറക്കുന്നുണ്ടല്ലോ, കൊണ്ടുപിടിച്ച് ആണ് 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 എന്ന് പറഞ്ഞവരില്ലേ അല്ലേ? എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു ജനനിശ്ചയം എന്ന് പറയുന്നത് ഇതിനെ ഒന്നും ആധാരമാക്കിയായിരിക്കില്ല. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമാണ്. അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും. അങ്ങനെ ആകും. പ്രസ്താവന മാത്രമായിരുന്നില്ല, നല്ല ഡാക്ടറും കൂടിയാണ്. അതെ അതെ. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അത് തവണ നടക്കുമോ? ഏതാ ഈ മുന്നേറ്റം എങ്ങനെയാണ് മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാണ് കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്ക് അതൊന്നുമില്ല. ജനങ്ങൾക്ക് ശരി, ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അതിലേക്ക് ജനാധിപത്യപരമായ മൗലികമായ അവകാശമാണ്. ആ അവകാശം ഉപയോഗിക്കാതിരിക്കൽ, ആ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും, കേരളത്തിലെ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പം നേരത്തെ കഷ്ടിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നിരുന്നവരൊക്കെ അഭിപ്രായം മാറ്റിയല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം തരാൻ വേണ്ടിയിട്ട്. ഭയങ്കര പ്രയാസപ്പെട്ട് അപ്പം അതിൻ്റെ റേറ്റ് ഉയർന്നു വന്നല്ലോ. ദേശീയ സർവേകളിലെല്ലാം നല്ല നിലയിലേക്ക് UDF വരുന്നുണ്ട്. എല്ലാ ദേശീയ സർവേകളിലും മികച്ച രീതിയിൽ നടന്നു. ഈ തട്ടിക്കൂട്ടിയ സർവേകളുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. തട്ടിക്കൂട്ടിയ 2-3 സർവേകൾ കേരളത്തിലുണ്ട്. അതായത് കഴിഞ്ഞിട്ട് വല്ല വിശദമായിട്ട് പറയാം. അവരുടെയൊക്കെ വിശ്വാസ്യത അവർ തന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൃത്യമായ അസസ്മെന്റാണ്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല.
പല ബൂത്തുകളും ഇപ്പൊ തന്നെ നല്ല ക്യൂ കാണുന്നുണ്ട്. അതെന്തെങ്കിലും ഒരു സൂചന? അല്ല, നല്ല ജനാധിപത്യ പ്രക്രിയ വിജയിക്കണം. എപ്പോഴും ആളുകൾ വന്ന് അത് ചെയ്യണം, അത് വന്ന് ഉറപ്പായിട്ട് ചെയ്യണം. അത് നല്ലൊരു ട്രെൻഡാണത്. ആളുകൾ വന്ന് വോട്ട് ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ളവർക്കല്ല അവർ വോട്ട് ചെയ്യണത്. അവരിതെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളാണ്. സർക്കാരിനെയും നിരീക്ഷിക്കും, അവർ പ്രതിപക്ഷത്തെയും കൃത്യമായി നിരീക്ഷിക്കും, രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കും, ഇപ്പോഴത്തെ അന്തരീക്ഷം വഹിക്കും. നമുക്കറിയാലോ, നാടൻ ചായക്കടകളിൽ പോയാൽ പോലും അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ പത്രങ്ങൾ വായിക്കുന്നവരാണ്, ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്നവരാണ്, ചാനലുകൾ കാണുന്നവരാണ്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണ്. അപ്പം നല്ല രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നൊരു ജനതയാണ് കേരളത്തിൽ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് അനുകൂലമായി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നല്ല പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ടറൽ ഓഫീസറെയൊക്കെ പല ബന്ധപ്പെട്ടു. ഇതുവരെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അനുഭവത്തിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടായത്. ഏതായാലും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ചാർജുള്ള ആളുകൾ ചെന്നപ്പോൾ മാത്രമല്ല, ഒരു പോസ്റ്റലോട്ടില്ല, ഫെസിലിറ്റേഷൻ സെന്ററിൽ 1 മുതൽ 8 വരെ ഉണ്ട്. 3 പ്രാവശ്യം പോയിട്ട് പോലും ബാലറ്റ് കിട്ടാത്തവരുണ്ട്. ഇപ്പം എന്റെ നിയോജകമണ്ഡലത്തിലെ ആളുകൾക്ക് ചിലർക്ക് ഡ്യൂട്ടി എറണാകുളത്താണ്, ചിലർക്ക് വൈപ്പിനിലാണ്. വൈപ്പിനിൽ പോകുന്നവർക്ക് ഫോർട്ട് കൊച്ചിയിലാണ് ഫെസിലിറ്റേഷൻ സെന്റർ, മറ്റേത് എറണാകുളത്താണ്. 2 സ്ത്രീകളൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ എത്രയോ പ്രാവശ്യം ചെന്നിട്ട് ബാലറ്റ് ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഒരാൾ പോലും വോട്ട് ചെയ്യാതെ പോകരുത് എന്ന് ആണ് നമ്മുടെ ഒരഭിപ്രായം. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, സാമുദായിക നേതാക്കൾ, താരങ്ങൾ എല്ലാവരും വോട്ട് രാവിലെ തന്നെ രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. പലരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ വോട്ട് ഉറപ്പാക്കുകയാണ്. നമ്മൾ അത് ബോക്സിലൂടെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. എന്തായാലും നമുക്കിനി ബോബനിലേക്കൊന്ന് പോകാം. കാരണം ബോബൻ ഇടുക്കിയിൽ നിന്നാണ് ചേർന്ന. ഇടുക്കിയിലെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ബോബൻ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഇടുക്കിയിലെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? കാരണം കർഷകരുടെ ഒരു ജില്ലയാണ്. രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പാരമ്പര്യം ഇടുക്കിക്കുണ്ട്. അത് തന്നെയാണോ? വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ പോളിംഗ് ബൂത്തിൽ? ശ്രീജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിൽ കട്ടപ്പനയിൽ സെന്റ് ജോർജ് സ്കൂളിന് മുമ്പിലുള്ള ബൂത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട ശേഷം ആളുകൾ കൂട്ടത്തോടെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു പതിവാണ്. രാവിലെ 8 മണിക്ക് മുമ്പായി കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. മാത്രമല്ല, വലിയ വെയിലാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെയിൽ ആകുന്നതിന് മുമ്പ് തന്നെ പരമാവധി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഉടുമ്പൻചോലയിൽ 3 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാർ സംഭവിച്ചു എന്ന റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂൾ, ശാന്തിഗ്രാം സെൻട്രൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് വോട്ടിംഗ് മെഷീന് തകരാർ കണ്ടെത്തിയത്. ഇവിടെ പകരം VVPAT മെഷീൻ വെച്ച് തകരാർ പരിഹരിക്കുമെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ പീരുമെട്ടിലെ LDF സ്ഥാനാർത്ഥി K സലിംകുമാർ തൊടുപുഴയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പിൽ വോട്ട് രേഖപ്പെടുത്തും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വോട്ടർ എന്ന് പറയുന്നത് സിനിമാ താരം ആസിഫ് അലിയാണ്. തൊടുപുഴയിൽ ആസിഫ് അലി 8 മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 1076 ബൂത്തുകളാണ് ഇടുക്കി ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകൾ കാര്യമായൊന്നുമില്ല എങ്കിൽ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാണ്. കൂടുതൽ ആളുകൾ ഓരോ സമയത്തും ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് ഇടുക്കി നിയോജകമണ്ഡലത്തിൽ റോഷി അഗസ്റ്റിനും റോയി കെ പൗലൂസും തമ്മിൽ വലിയ മത്സരമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ടിംഗ് ശതമാനം ഉയരും എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കരുതുന്നത്. എന്തായാലും സമാധാനപരമായാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ശ്രീജ. ശരി ബോബൻ, ഇടുക്കിയിലെ വിവരങ്ങളാണ് ബോബൻ നൽകിയത്. നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖർ, നമുക്കറിയാം നേരത്തെ ദൃശ്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിനായി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. എന്തായാലും നമ്മൾ ഇന്ന് നേരെ പോകുന്ന പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവ് ചേരുന്നു. കണ്ണൻ, അവിടുത്തെ ഒരു ചിത്രം എങ്ങനെയാണ്? രാവിലത്തെ ഒരു തിരക്ക് എങ്ങനെയുണ്ട്? കണ്ണൻ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ?
ശരി, ഞാൻ കണ്ണനിലേക്ക് മടങ്ങിയെത്താം. അനൂപിലേക്ക് പോവുകയാണ്, കാസർഗോഡേക്ക് ഒന്ന് പോവുകയാണ്. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരമാണ് ചേരുന്നത്. അനൂപ്, അവിടെ എന്താണ് ചിത്രം, എങ്ങനെയാണ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ഏറ്റവും കൂടുതൽ കനത്ത ത്രികോണ മത്സരത്തിന് വേദിയാകുന്നത് മഞ്ചേശ്വരം നിയോജക മണ്ഡലമാണ്. അവിടെ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ AK മഷ്റഫും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദുമ നിയോജക മണ്ഡലത്തിലെ പാലക്കുന്നിൽ കോട്ടിക്കളം UP സ്കൂളിലാണ്. ഇവിടെ രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ സാധിച്ചു. ഏകദേശം പോളിംഗ് ആരംഭിച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വലിയ തിരക്ക്, അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഇതൊരു തീരദേശ മേഖല കൂടിയാണ് കോട്ടിക്കളം ഉൾപ്പെടുന്ന ഈ പ്രദേശം. ഇവിടെ രാവിലെ 7 മണി മുതൽ തന്നെ ക്യൂ കാണാൻ സാധിച്ചു. ഇപ്പോൾ സമയം അല്പാൽപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ, 7 മണി കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയൊരു തിരക്ക് ഈ ബൂത്തിന് മുന്നിൽ, കോട്ടിക്കളം UP സ്കൂളിലെ ബൂത്തിന് മുന്നിൽ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. എന്തായാലും വോട്ടർമാരുടെ നല്ലൊരു പ്രതികരണമാണ് തീരദേശ മേഖലയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ വോട്ടർമാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ 11,3618 വോട്ടർമാരാണ് കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലായി ഉള്ളത്. 1146 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി കനത്ത പോരാട്ടം, ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന ഇടമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ആ മഞ്ചേശ്വരം കഴിഞ്ഞാൽ പിന്നെ ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലമാണ്. ഇടത് ചെങ്കോട്ടയെ അറിയപ്പെടുന്ന തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഡോക്ടർ VPP മുസ്തഫയ്ക്ക് എതിരാളിയായി കോൺഗ്രസിൽ സന്ദീപ് വാര്യർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് മത്സരചിത്രം മാറി മറിഞ്ഞത്. വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമായി തൃക്കരിപ്പൂർ മാറി. സാധാരണ ഇടതുപക്ഷത്തിന് ഈസി വാക്ക് ഓവർ ആയിട്ടുള്ള തൃക്കരിപ്പൂർ ഇത്തവണ ടൈറ്റാണ്. അത് കഴിഞ്ഞാൽ കാസർഗോഡ് നിയോജക മണ്ഡലവും വലിയ രീതിയിലുള്ള മത്സരത്തിലേക്ക് കടന്നു. അതിന് കാരണം ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂർ അവിടെ എത്തി എന്നതാണ്. സാധാരണ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി കാലങ്ങളായി ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ വന്നതോടുകൂടി UDFന്റെ വോട്ടുകൾ അവിടെ നിന്നും UDF വോട്ടുകൾ അടർത്തിയെടുക്കാനുള്ള ശേഷിയുള്ള ഒരു നേതാവ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ പോരാട്ടം മുറുകയാണ്. 2ാം സ്ഥാനത്ത് BJP നിൽക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഉദുമ നിയോജക മണ്ഡലം ഇവിടെ കാലങ്ങളായി LDFന് മേൽക്കൈയുള്ളതാണ്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മികച്ച ഒരു പോരാട്ടം നടക്കുന്ന ആ മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ CPIയുടെ സ്ഥാനാർത്ഥിയായും അതുപോലെ തന്നെ ഷൈജി ഓട്ടപ്പള്ളി ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായും ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നല്ലൊരു പ്രതികരണമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. മറ്റെടുത്ത് പറയേണ്ടത്, ഇവിടുത്തെ പ്രധാന വോട്ടിംഗ് ചെയ്യുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP 9 മണിയോടുകൂടി പടന്നക്കാട് ശ്രീനാരായണ LP സ്കൂളിൽ വോട്ട് ചെയ്യും. കൂടാതെ അത് കഴിഞ്ഞാൽ സിനിമാ നടൻ താരം ഉണ്ണിരാജ് കോവൽ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തും 10 മണിയോടുകൂടി. വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ആദ്യ സമയങ്ങൾ ഇവിടെ കാസർഗോട്ട് പിന്നിടുന്നത്. ശ്രീജ. ശരി അനൂപ്, എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. ഇപ്പോൾ രമേശ് പിഷാരടി പാലക്കാട് UDF സ്ഥാനാർത്ഥിയാണ്. പല സ്ഥാനാർത്ഥികൾക്കും അവരവരുടെ മണ്ഡലങ്ങളിലല്ല വോട്ട് എന്നുള്ളത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം തന്നെ സാമുദായിക നേതാക്കൾ G. സുകുമാരൻ നായർ അടക്കമുള്ളവർ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. താരങ്ങൾ, മോഹൻലാലിനെ പോലെയുള്ള താരങ്ങൾ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്ന കാഴ്ച. കാരണം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാക്കി അവരവരുടെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ് അവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പലയിടങ്ങളിലും പല സ്ഥാനാർത്ഥികളും ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ ഇനി പോകുന്നത് എറണാകുളത്തെ വിശേഷം അറിയാനാണ്. അവിടെ നിന്നും ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, അവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണ്? നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പ്രധാന അവകാശം വിനിയോഗിക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ സ്കൂളിലാണ്. ഗവൺമെന്റ് LPS സ്കൂളിൽ ഇവിടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പോരാട്ടം നടക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി വോട്ട് ചെയ്യാൻ വരി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ മുൻ MLA കെ ബാബു അദ്ദേഹത്തിന് തൊട്ട് മുമ്പിൽ തന്നെയുണ്ട്. അത് കെ ബാബുവിന്റെ മണ്ഡലമാണ് തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന് ശേഷമാണ് തൃപ്പൂണിത്തറക്കാരനായ പിഷാരടി പാലക്കാട് മത്സരിക്കാൻ എത്തിയത്. അപ്പോൾ രണ്ടുപേരും ഒരു സ്കൂളിലെത്തുന്നു. കെ ബാബു ഇത്തവണ കളമൊഴിഞ്ഞ ശേഷം ദീപക് ജോയിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മത്സരം പൊതുവായി പറയുകയാണെങ്കിൽ അല്പസമയം മുമ്പ് പറവൂർ കേസരി സ്കൂളിൽ അവിടെ ഹാളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം കുടുംബത്തോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ വിജയപ്രതീക്ഷ. നേരത്തെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം 100-ലധികം സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം ഇന്നും പങ്കുവച്ചത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറെ കൂടി ഈ ജീവനക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാത്തതിലുള്ള ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇത്
ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും പറഞ്ഞ പോലെ അതേ ആത്മവിശ്വാസം തന്നെയാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നത്. ഉമാ തോമസും രാവിലെ വിൻസെന്റ് ഡി പോൾ സ്കൂളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ നടന്മാരായ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ രാവിലെ 9 മണിയോട് 9:30 കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രമുഖരെല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDFന്റെ ഏറ്റവും ഉറച്ച കോട്ട എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് 2021 ആ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു തേരോട്ടം നടക്കുന്ന സമയത്ത് പോലും 9-ലധികം സീറ്റുകൾ പരമ്പരാഗത UDF കോട്ട എന്ന നിലയ്ക്ക് ഇത്തവണ നിലനിർത്താൻ എറണാകുളത്തിന് കഴിഞ്ഞിരുന്നു. ഇത്തവണ ഈ LDFന്റെ 5 മണ്ഡലങ്ങൾ, അതായത് അവരുടെ കൈവശമുള്ള 5 മണ്ഡലങ്ങളിലാണ് ഇത്തവണ കനത്ത പോരാട്ടം നടക്കുന്നത്. അതിൽ ഏറ്റവും കുറച്ച സീറ്റ് എന്നുള്ളത് കളമശ്ശേരിയിലെ LDFന്റെ P. രാജീവ് മത്സരിക്കുന്ന സീറ്റാണ്. അവിടെയാണ് LDFന് ഏറ്റവും ഉറച്ച ഈ ഘട്ടത്തിലൊരു സീറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സീറ്റ് അതാണുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല മത്സരം നടക്കുന്നുണ്ട്. കാരണം LDFന്റെ കൊച്ചിയിൽ ഇത്തവണ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മുൻനിർത്തി കളം പിടിക്കാനാണ് UDF നോക്കുന്നത്. അങ്ങനെ അവിടെ സാധാരണയിൽ കവിഞ്ഞ LDFനെ ഇത്തവണ ഒരു വെല്ലുവിളി ഉയർത്തുന്ന മത്സരം ഉയരുന്നുണ്ട്. കോതമംഗലത്തിലും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. എന്തായാലും വോട്ടിംഗ് സുഗമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ വലിയ നീണ്ട നിരകൾ എല്ലാ പോളിംഗ് ബൂത്തിലും ഉണ്ട്. നിലവിലെ എല്ലാ പോളിംഗ് ബൂത്തിലും നീണ്ട നിരകളുണ്ട്. സുഗമമായി തന്നെ വോട്ടിംഗ് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് എറണാകുളത്ത് നിന്ന് ദൃശ്യമാകുന്നത്. പ്രമുഖരെല്ലാവരും തന്നെ അല്പസമയം P. രാജീവ് രാവിലെ 8 മണി കൂടി തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. അങ്ങനെ എല്ലാവരും ഉച്ചയ്ക്ക് മുമ്പായി തന്നെ വോട്ട് രേഖപ്പെടുത്താനാണ് അവരുടെ ഒരു നിലവിലെ തീരുമാനം. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃപ്പൂണിത്തുറ ഗവൺമെന്റ് GHSSൽ വലിയ ഒരു നിരയാണ് കാണാനാവുന്നത്. ശ്രീജ. ശരി, തീർച്ചയായും പാലക്കാട് സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിക്ക് വോട്ട് തൃപ്പൂണിത്തറയിലാണ്. അദ്ദേഹം അവിടെ വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു ബോക്സിലായി ഇപ്പോൾ ഇപ്പുറത്തെ ബോക്സിൽ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. അദ്ദേഹം നേമത്തെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് വോട്ട് വട്ടിയൂർക്കാവിലാണ്. അങ്ങനെ പലയിടത്തും സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണൻദേവിലേക്ക് പോവുകയാണ്. നേരത്തെ കണ്ണൻദേവിലേക്ക് പോകാൻ സാധിച്ചില്ല. പത്തനംതിട്ടയിലെ വിവരങ്ങളാണ് കണ്ണൻദേവ് നൽകുന്നത്. കണ്ണൻ, അവിടുത്തെ വിവരങ്ങൾ. ശ്രീജ, ഇവിടെ രാവിലെ മുതൽ 7 മണി മുതൽ തന്നെ മിക്ക പോളിംഗ് ബൂത്തുകളിലെല്ലാം വോട്ടർമാർ വലിയ വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുൻപ് തന്നെ 6:30 തന്നെ ഈ ഒരു ക്യൂ രൂപപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ രാവിലെ ആളുകൾ എത്തുന്നുണ്ട്. നേരത്തെ വോട്ട് രേഖപ്പെടുത്തി മറ്റ് ജോലി തിരക്കുകളിലേക്ക് കടക്കാനായിരിക്കാം ഇത്തരത്തിൽ രാവിലെ തന്നെ എല്ലാവരും എത്തുന്നത്. ഉച്ചകഴിഞ്ഞ് ചൂടാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാവരും എത്തി വോട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് പത്തനംതിട്ടയിൽ കാണാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ആനപ്പാറ ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇവിടെയാണ് വീണ ജോർജ് എത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. വീണ ജോർജ് അല്പസമയത്തിനകം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ഏതാണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 9,80,444 വോട്ടർമാരാണ് ആകെയുള്ളത്. കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഒരു ജില്ലയാണ്. ഇത്തവണ എത്തരത്തിലാകും? കുറവായിരിക്കുമോ അതോ കൂടുതൽ വോട്ടർമാർ ഇവിടേക്ക് എത്തി വോട്ട് ചെയ്യുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും രാവിലെ തന്നെ നിരവധി ആളുകൾ വോട്ട് ചെയ്യാനായിട്ട്, നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നുണ്ട്. എന്തായാലും ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറയുമോ എന്ന കാര്യത്തിൽ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് ആറന്മുള മണ്ഡലം തന്നെയാണ്. അതായത് മന്ത്രി വീണ ജോർജും അതുപോലെ കോൺഗ്രസിന്റെ അബിൻ വർക്കിയും NDAയുടെ കുമ്മനം രാജശേഖരനുമാണ് ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. വളരെ നല്ല മത്സരം നടക്കുന്ന, ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഏറ്റവും നല്ല മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലും LDFന്റെ എല്ലാ സിറ്റിംഗ് MLAമാരും മത്സരിക്കും. അതിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സിറ്റിംഗ് MLAമാരും മത്സരിക്കുന്നു എന്നതുമാണ്. കാരണം പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിലും LDF ആണ് നിലവിൽ ഉള്ളത്. ഈ 5 മണ്ഡലങ്ങളിലും പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ UDFന് ഈ മണ്ഡലങ്ങളൊക്കെ പിടിച്ചെടുക്കാനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. മാത്രമല്ല NDAയും ഇത്തവണ ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഈ 5 മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുന്നത്. പ്രധാനമായും ആറന്മുള മണ്ഡലത്തിലും തിരുവല്ലയിലും അനൂപ് ആന്റണിയും കുമ്മനം രാജശേഖരനും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട്. എന്തായാലും അവരും വളരെ നല്ല രീതിയിലുള്ള വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. മാത്രമല്ല VDJSന്റെ കോന്നി സീറ്റും അതുപോലെ 2020 മത്സരിക്കുന്ന റാന്നി സീറ്റുമുണ്ട്. ഇവിടെ എങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള മത്സരങ്ങൾ, നല്ല പ്രചരണ രംഗത്ത് തന്നെ നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് പ്രചരണ രംഗത്ത് പോലും അവരൊക്കെ
പ്രവർത്തിച്ചത്. അത്തരത്തിൽ എന്തായാലും ഈ വോട്ടർമാർ ഈ ഇന്നത്തെ ദിവസം ഈ പ്രചരണത്തിലൊക്കെ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നത് ഇന്ന് അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദ വിഷയങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ UDF സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥികളും ഏറ്റെടുത്തിരുന്നു. പ്രളയ വിഷയവും അതുപോലെ കഴിഞ്ഞ ദിവസം അടൂരിലെ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായ ചില പ്രചാരണം നോട്ടീസ് നൽകി പ്രചരണം നടക്കമുള്ള കണ്ണൻ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നടൻ മോഹൻലാൽ മുടവൻമുകൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ്. അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കാൻ മാധ്യമങ്ങളെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പാലക്കാടേക്കാണ്. കാരണം നമുക്കറിയാം, വിവാദങ്ങൾ തുടങ്ങി, ഡീലിൽ തുടങ്ങി നോട്ടിൽ അവസാനിച്ച പാലക്കാട് ചൂടേറുകയാണ്. അത് ഇപ്പോൾ വോട്ടെടുപ്പ് ദിനത്തിൽ അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, പാലക്കാടുള്ള കാഴ്ചകൾ. ശ്രീജ, പാലക്കാട് കൃത്യം 7 മണിക്ക് തന്നെ ഈ വോട്ടെടുപ്പൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ഏതായാലും ഈ മലമ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാർ ഇവിടെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം മടങ്ങിപ്പോയിട്ടുണ്ട്. ആളുകളൊക്കെ എത്തി തുടങ്ങുന്ന ഒരു കാഴ്ചയാണ്. കാരണം 7 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുകയാണ്. രാവിലെ കുറച്ചുപേർ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് മുതൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ വോട്ടെടുപ്പിന്റെ തലേന്ന് വരെ ആ ഒരു വിവാദത്തിന് അങ്ങനെ അറുതിയില്ലാതെ വിവാദങ്ങൾ തുടരുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഏകദേശം 22 ലക്ഷത്തിലധികം ആളുകളാണ് പാലക്കാട് ജില്ലയിൽ മൊത്തമായിട്ടുള്ളത്. അതിൽ 11 ലക്ഷത്തിലധികം ആണുങ്ങളും അതുപോലെ പുരുഷന്മാരും 11.5 ലക്ഷത്തിലധികം സ്ത്രീകളും ഈ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 20 ട്രാൻസ്ജെൻഡേഴ്സുമാണ് നിലവിൽ ഏതായാലും ഈ വോട്ടർ പട്ടികയിൽ, അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ഉള്ള കണക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വെയിൽ പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചൂടാണ്. ആ ചൂടൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെത്തി വോട്ട് ചെയ്ത് മടങ്ങും. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു വലിയ തിരക്ക് നമ്മൾ ഏതായാലും നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലക്കാട് മണ്ഡലത്തിലെ വെണ്ണക്കര ബൂത്ത് 52ാമത്തെ ബൂത്തിൽ വോട്ടെടുപ്പ് ആരംഭിക്കാനായിട്ടില്ല. അവിടെ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ ചെറിയ തകരാറുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ തകരാറുകളൊക്കെ ഉടൻ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടങ്ങാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. തീർച്ചയായും പാലക്കാടും നല്ല രീതിയിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ആതിര റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോളിംഗ് സ്റ്റേഷനുകളിൽ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അങ്ങനെ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്, നമുക്കറിയാം. പക്ഷേ പോളിംഗ് ബൂത്തുകളിൽ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇത് ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും എന്നൊക്കെ അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. എന്തായാലും ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തെ നമുക്കറിയാം. എന്തായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്നൊരു കാഴ്ച നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ ഒപ്പം ചേരുന്നത് TK അരവിന്ദനാണ്. അരവിന്ദൻ, മലപ്പുറത്തെ വിശേഷങ്ങൾ. ശ്രീജ, പോളിംഗ് തുടങ്ങി 40 മിനിറ്റായി. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള മണ്ഡലം ഇതാണ് മലപ്പുറം. മലപ്പുറത്ത് ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. 40 മിനിറ്റ് കഴിഞ്ഞു. എല്ലായിടത്തും സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുകയാണ്. ജില്ലയിലെ പ്രമുഖർ പോളിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പാണക്കാട് ബൂത്തിൽ CKMM LP സ്കൂളിലെ 128ാം നമ്പർ ബൂത്തിൽ ആദ്യ വോട്ടറായി. കൃത്യം 7 മണിക്ക് തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. തൊട്ടടുത്ത ബൂത്തിൽ 129ാം നമ്പർ ബൂത്തിൽ മലപ്പുറത്തെ സ്ഥാനാർത്ഥി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടിയും വോട്ട് രേഖപ്പെടുത്തി. വലിയ വിജയം UDFന് ഉണ്ടാകുമെന്നാണ് വോട്ടെടുപ്പിന് ശേഷം ഇരുവരും പറഞ്ഞത്. മലപ്പുറത്ത് മറ്റ് ഇടങ്ങളിലെല്ലാം വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. AP അനിൽകുമാർ വണ്ടിയുടെ സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹം അല്പസമയത്തിനകം മലപ്പുറത്ത് വോട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ മന്ത്രി V. അബ്ദുറഹ്മാൻ
തിരൂരിൽ വോട്ട് രേഖപ്പെടുത്തും. അങ്ങനെ എല്ലായിടത്തും വലിയ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് വലിയ ആഘോഷത്തോടു കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് കാണാം, എനിക്ക് പിറകിലായി ഇപ്പോൾ വലിയ ക്യൂ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ ബൂത്തുകളിലും ഇത്തരത്തിൽ വലിയ ക്യൂ ദൃശ്യമാണ്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച മുദ്രാവാക്യങ്ങളും പ്രചരണങ്ങളും എല്ലാം വോട്ടർമാർ എത്രമാത്രം ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു സൂചനയാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ വലിയ തിരക്ക്. എന്തായാലും ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് മുന്നണികൾ ഇക്കാര്യത്തിൽ പുലർത്തുന്നത്. വലിയ വിജയം ഉണ്ടാകുമെന്ന് നേരത്തെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഇക്കാര്യത്തിൽ വലിയ റെക്കോർഡ് വിജയം നേടുമെന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. എന്തായാലും വോട്ടർമാർ വലിയ തോതിൽ പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ വിഷയങ്ങൾ അവർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുക. ശ്രീജ, തീർച്ചയായും മലപ്പുറത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കായിരുന്നു ടി കെ രവീന്ദ്രൻ. നല്ല തിരക്ക് തന്നെയാണ് പല പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വിവിധ പ്രതിനിധികൾ പറയുന്നതിലൂടെ കാണിച്ച ദൃശ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാണ്. നമ്മളിപ്പോൾ കാണുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിനു മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുന്നു. അതിലേക്ക് രാവിലെ മുതൽ വലിയ ക്യൂ ആണ്. അതെ, രാവിലെ 6:55 ഞാൻ ക്യൂ നിന്നത്. 7:35 വോട്ട് ചെയ്യാൻ വേണ്ടി 40 മിനിറ്റ് എടുത്തില്ലേ? 40 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ലേ? 30 മിനിറ്റിനടുത്ത് ക്യൂ ഉണ്ടായിരുന്നു. എന്തായാലും ജനങ്ങൾ രാവിലെ തന്നെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. അല്ല, നേരത്തെ പറഞ്ഞാണല്ലോ, LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. മലയാളിയുടെ പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ജനങ്ങളാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലെ കാണാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് പോലെയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയാളി ചിന്തിക്കുന്നത്. കേരളത്തിൽ ഒരുമിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് കാണാൻ പറ്റും. 1991, 1996 ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും കേരളത്തിൽ ഒരുമിച്ചായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ മുന്നണികൾക്ക് 2 ലോക്സഭയിലും നിയമസഭയിലും വോട്ട് ലഭിച്ചത് കാണാൻ സാധിക്കും. അതായത് ഒരു 100-800 വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ ഒരു 10, 200, 250 പേർ നിയമസഭയിൽ ചെയ്തവർക്കല്ല ലോക്സഭയിൽ ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു മാറ്റമാണ്. ഒരു മനുഷ്യൻ പോളിംഗ് ബൂത്ത് പോയാൽ ലോക്സഭയിലേക്ക് ഒരു മുന്നണിക്കും നിയമസഭയിലേക്ക് വേറെ മുന്നണിക്കും വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. കേരളം എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. പവർ കട്ട് പുതിയ കുട്ടികൾക്ക് എന്താണെന്നറിയില്ല. ഒരു കാലം പവർ കട്ടിൻ്റെ കാലമായിരുന്നു UDF ഭരിക്കുമ്പോൾ. ഇന്ന് അത് എന്താന്ന് പോലും അറിയില്ല. ഈ 10 കൊല്ലം സർക്കാർ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നില്ല, മുമ്പതുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഹൈടെക് ക്ലാസ് മുറികളായി ഈ 10 വർഷം സർക്കാർ സ്കൂളുകൾ മാറി. UDF ഭരിക്കുമ്പോൾ അതല്ലായിരുന്നു. സർക്കാർ സ്കൂളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോക്കുണ്ടായിരുന്നു. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള റോഡും പാലവും കെട്ടിടവും കേരളത്തിൽ ഇന്ന് വന്നു. മുമ്പ് എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറയേണ്ടതില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇതിലെല്ലാം ഉപരി ഈ 10 വർഷം ഒരു വർഗീയ കലാപം പോലും ഈ കേരളത്തിലില്ല. മുമ്പ് അതല്ലായിരുന്നു. ഇതൊക്കെ ജനം ചിന്തിക്കുന്നു. കേരളം ഇപ്പോൾ സേഫാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ തമ്മിലടിയില്ല, അഴിമതിയില്ല, മറ്റ് ബഹളങ്ങളില്ല, കാര്യങ്ങൾ നടക്കുന്നു. പെൻഷൻ മുടങ്ങുന്നില്ല, കുടിശ്ശിക വരുന്നില്ല, സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലുള്ള പദ്ധതികൾ വരുന്നു. അപ്പോൾ ജനക്ഷേമ പ്രവർത്തനവും വികസനവും സമാധാനവും ഇത് മൂന്നും ഒത്തുചേർന്ന ഭരണമാണ് ഈ 10 വർഷത്തെ ഭരണം. അതുകൊണ്ട് ഈ ഭരണം തുടരണം. ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് കേരളം പോകുമെന്ന് ജനം ചിന്തിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അനുകൂലമാണ്.
അല്ല, LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ വ്യക്തി അധിക്ഷേപം, വ്യക്തി ഹത്യ, സ്ഥാനാർത്ഥി നേരിട്ടും സ്ഥാനാർത്ഥി വളഞ്ഞ വഴിയും LDF സ്ഥാനാർത്ഥിയെ എനിക്ക് നേരെ നടത്തിയതിനെതിരെ LDF പരാതി കൊടുത്തിരുന്നു. ഇപ്പോൾ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കയ്യോടെ പിടിക്കുകയും പണം വാങ്ങിയ ആളുകൾ തന്നെ പരാതി കൊടുക്കുകയും ചെയ്ത ബേപ്പൂരിലെ ഇടത് കോട്ട ഇളകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം നമുക്കറിയാം ബേപ്പൂരിൽ ഇത്തവണ റിയാസിനെതിരെ മത്സരിക്കുന്നത് അൻവറാണ്. അൻവർ ഫാക്ടർ വർക്കാകുമോ എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്ന ദൃശ്യങ്ങളാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും മറ്റു കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പല മണ്ഡലങ്ങളിലേക്ക് ഇനിയും പോകേണ്ടതുണ്ട്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ആവേശ തുടക്കമായെങ്കിലും പലയിടത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിലേക്കാണ് നമ്മളിനി പോകുന്നത്. തലവടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന 134 ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർമാരുടെ അഭിപ്രായം അറിയാൻ നടത്തുന്ന പരിശീലന വോട്ടെടുപ്പായ മോക്ക് പോളിംഗ് പോലും നടന്നില്ല. തലവടി ഗവൺമെൻറ് മോഡൽ LP സ്കൂളിൽ പ്രവർത്തിക്കുന്ന 136 നമ്പർ ബൂത്തിലും മെഷീൻ പ്രവർത്തനരഹിതമാണ്. അതുപോലെ തന്നെ ആലപ്പുഴ വെളിയനാട് ലോവർ പ്രൈമറി ഗേൾസ് സ്കൂളിലെ 50 നമ്പർ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറുണ്ട്. മോക്ക് പോളിംഗ് ഒക്കെ അവിടെ തടസ്സപ്പെട്ടു. മെഷീൻ തകരാർ നാദാപുരം 51 ബൂത്തിലും ഉണ്ട്. എളയടം UP സ്കൂളിലെ 76 ബൂത്തിലും മോക്ക് പോളിംഗ് തടസ്സപ്പെട്ടു. അതുപോലെ മട്ടന്നൂർ പഴശ്ശി ഗവൺമെൻറ് LP സ്കൂളിൽ വോട്ടെണ്ണൽ മെഷീൻ പണിമുടക്കിയിരിക്കുകയാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഉളിയിൽ ഗവൺമെൻറ് UP സ്കൂളിലെ 60 നമ്പർ ബൂത്ത് VVPAT പ്രവർത്തിക്കാത്തതിനാൽ വോട്ടിംഗ് എന്തായാലും ആരംഭിച്ചിട്ടില്ല ഇതുവരെ. പിണറായി RC അമല 193 ബൂത്തിൽ വോട്ടിംഗ് തുടങ്ങാനായിട്ടില്ല. യന്ത്ര തകരാർ മൂലം അവിടെയും വോട്ടിംഗ് മുടങ്ങിയിട്ടുണ്ട്. മെഷീനിൽ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും യന്ത്ര തകരാർ പാലക്കാടുമുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ വെണ്ണക്കര ബൂത്ത് 52 വോട്ടെടുപ്പ് ആരംഭിക്കാനായിട്ടില്ല. 139 ബൂത്ത് കല്ലേക്കാടും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടില്ല. വോട്ടിംഗ് മെഷീൻ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പരാതി. വോട്ടർമാരൊക്കെ അവിടെ കാത്തു നിൽക്കുകയാണ്. പറവൂരും അതുപോലെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിട്ടുണ്ട്. പറവൂർ KSRI കോളേജിലെ 134 നമ്പർ ബൂത്തിലാണ് വോട്ടെടുപ്പ് അവിടെ തടസ്സപ്പെട്ടത്. മെഷീൻ തകരാർ തന്നെയാണ് കാരണം. തകരാർ പരിഹരിക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിക്കുന്നുണ്ട്. കൊല്ലത്തുമുണ്ട് പ്രശ്നം. കൊല്ലം കണ്ടച്ചിറ SNDP സ്കൂൾ 43 ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയിരിക്കുകയാണ്. കൊട്ടാരക്കര പെരുങ്കുളം PVH സ്കൂളിലെ 2 മെഷീനുകളും തകരാറിലാണ്. വോട്ട് തടസ്സപ്പെട്ടു. കുന്നത്തൂർ മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 172 മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഉമാ തോമസ് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൃക്കാക്കര MLA ആണ് ഉമാ തോമസ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം NK പ്രേമചന്ദ്രൻ പ്രതികരിക്കുന്നു. അതിലേക്ക് UDF വളരെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതുപോലെ 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള വിശ്വാസമാണ് പൊതുവെ ഉള്ളത്. അതിലേറ്റവും പ്രധാനം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയേറെ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ CPMൻ്റെ നേതൃത്വത്തിലുള്ള സമഗ്രമായ പാർട്ടി സമഗ്രാധിപത്യത്തിനുമെതിരായിട്ടുള്ള അതിശക്തമായ ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് UDF പ്രവർത്തകരും UDF അനുഭാവികളും മാത്രമല്ല, ഇടതു മനസ്സുള്ള കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, CPM അടക്കം CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളിലെ അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ളൊരു വലിയ വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഒരിക്കൽ കൂടി CPMൻ്റെ നേതൃത്വത്തിലുള്ള തുടർഭരണം സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യമായിരിക്കുമെന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ ഒരു തുടർഭരണം CPMൻ്റെ ഇടതു മനസ്സുള്ള സാധാരണ പ്രവർത്തകരും മൂല്യബോധമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിനോടൊപ്പം ഇടതു ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ മനസ്സുള്ള ഒരു വലിയ വിഭാഗം വോട്ടർമാരുടെ പിന്തുണ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി 100+ സീറ്റ് വാങ്ങി കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം. പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ പര്യാപ്തമായ നിലയിലുള്ള നേട്ടം RSPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
4 സീറ്റുകളിലും ജയസാധ്യതയുള്ളതാണ്. ആറ്റിങ്ങൽ, എരവിപുരം, കൊല്ലം, ചവറ അടക്കമുള്ള 4 സീറ്റുകളിൽ RSP മൺവട്ടിയും മൺകോരിയും അടയാളത്തിൽ മത്സരിക്കുന്ന 4 സീറ്റുകളിലും പയ്യന്നൂരിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. RSPയുടെ 5ാമത്തെ സീറ്റിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ആ നിയോജക മണ്ഡലം അടക്കമുള്ള 5 നിയോജക മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ വിസ്മയകരമായിട്ടുള്ള അനുഭവമാണ്. പയ്യന്നൂർ പോലെയുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ കേരള രാഷ്ട്രീയത്തിലെ അത്യപൂർവമായിട്ടുള്ള അനുഭവമാണ്, വിസ്മയകരമായിട്ടുള്ള അനുഭവമാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM-നകത്ത് അതിരൂക്ഷമായിട്ടുള്ള സംഘടനാ പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രതിസന്ധിയും ഉണ്ടാകാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ പിണറായിസം എന്ന് പറയുന്ന ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായി പാർട്ടിയെയും മുന്നണിയെയും ഗവൺമെന്റിനെയും തൻ്റെ വിരൽത്തുമ്പിൽ കൊണ്ടു നടന്ന് ഏകാധിപത്യപരമായ പ്രവണതകളോടുകൂടി കേരളത്തിലെ ജനാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ ഈ പിണറായിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും. പിണറായിസത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ ശക്തികളുടെ കനത്ത തിരിച്ചുവരവ്, അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്നത്. അത് കേവലം ഭരണവിരുദ്ധ RSPയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അക്കാര്യം തന്നെയാണ് NK പ്രേമചന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതും. ഇത്തവണ വിജയിക്കാൻ സാധിക്കും, ശക്തി തെളിയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ബിന്ദു കൃഷ്ണ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയാണ്. ബിന്ദു കൃഷ്ണ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കും. എന്തായാലും ചില പ്രശ്നങ്ങൾ വീണ്ടുമുണ്ട്. നമ്മൾ നേരത്തെ കുറേ ബൂത്തുകളിലെ പ്രശ്നങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് നമ്പർത്തുകരയിലും UP സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലാണ്. അവിടെ പോളിംഗ് ആരംഭിച്ചിട്ടില്ല. വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നവർ ശ്രദ്ധിക്കുക. എന്തായാലും കാസർഗോഡ് വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമം. നമുക്കറിയാം, വോട്ടെടുപ്പ് ദിവസവും ഇത്തരം ആരോപണങ്ങൾ ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. നായന്മാർമൂലയിൽ UDF സ്ഥാനാർത്ഥി കലഡ്ര മാഹിൻ ഹാജിയുടെ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം രാത്രി നാട്ടുകാർ തടഞ്ഞു. കാസർഗോട്ടെ UDF സ്ഥാനാർത്ഥിയുടെ സഹോദരങ്ങളായ ഷെരീഫ് കലഡ്ര, അഷ്റഫ് കലഡ്ര എന്നിവരെയാണ് തടഞ്ഞത്. പണം നൽകാൻ വീട്ടിലെത്തിയപ്പോഴാണ് തടഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിനെതിരെ പരാതി നൽകുമെന്ന് LDF നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രമേശ് പിഷാരടി പ്രതികരിക്കുന്നു. അതിലേക്ക് വോട്ട് ചെയ്തു. തിരിച്ചതാ ഇപ്പോൾ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഉത്സവം, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും അതേ ഉത്തരവാദിത്തത്തോട് കണ്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തുക, വോട്ടുകൾ ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതെ, കാറ്റ് നല്ല കാറ്റ്, UDF അനുകൂല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം പാലക്കാട് തന്നെ ആയിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 4 മണി മുതൽ ഇവിടുന്ന് ബാബുച്ചേട്ടന്റെ ഷാളും അനുഗ്രഹവും മേടിച്ച് പോയി അവിടെ ചെന്ന് കയറി അന്ന് മുതൽ ഇന്ന് വരെ രാവിലെ ഒരു 4 മണി മുതൽ മാർക്കറ്റിൽ പോകുന്ന മുതൽ രാത്രി 1 മണി വരെ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ജനങ്ങളെ കാണുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടുന്ന് പോകുമ്പോൾ പറഞ്ഞ വാക്ക്, ഒരു ഫെയർ പൊളിറ്റിക്സ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഇത്രയും ദിവസം എൻ്റെ മറുപക്ഷത്തുള്ള ഒരു സ്ഥാനാർത്ഥികളുടെയും പേര് പറയുകയോ വ്യക്തിപരമായി ആരെങ്കിലും പരാമർശങ്ങൾ കൊണ്ടോ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജനങ്ങളുമായിട്ടാണ് നമ്മൾ സംവേദിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പരമാവധി ജനങ്ങളെ കണ്ടു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അങ്ങനെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രധാന നേതാക്കൾ, സ്ഥാനാർത്ഥികളൊക്കെ കാലത്ത് തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് മൊത്തത്തിലുള്ള ഒരു ചിത്രം അറിയേണ്ടതായിട്ടുണ്ട്. അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിലെ റിപ്പോർട്ടർമാരുമായി സംബന്ധിച്ചു കഴിഞ്ഞു. അവരൊക്കെ പറയുന്നത് പോളിംഗ് സ്റ്റേഷനുകളിൽ, പോളിംഗ് ബൂത്തുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതെന്തിൻ്റെ സൂചനയാണ്? പ്രത്യേകിച്ച് ഇത്രയധികം വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ വിവാദങ്ങൾ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഇതാർക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്നൊക്കെ അറിയാൻ 4-ാം തീയതി വരെ കാത്തിരിക്കണം, May 4 വരെ കാത്തിരിക്കണം. എങ്കിലും മൊത്തത്തിൽ ഒരു ആവേശം തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത് വോട്ടെടുപ്പിൽ?
തീർച്ചയായും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം ഈ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഏറെക്കുറെ 8 മണിയാകുന്നു. 1 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലായിടത്തും കേരളം മൊത്തം തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ മാമാങ്കത്തിൽ, അതായത് 23-24 ദിവസം കൊണ്ടു നടന്ന ഏറ്റവും കൂടുതൽ ആഘോഷിച്ച വലിയ രീതിയിൽ ആഘോഷങ്ങളുടെ ഒരു പ്രചാരണത്തിന്റെ ഒരു കൊണ്ട് ഘോഷിച്ച കൊടുമ്പിരിയുടെ ഒരു ആഘോഷമായിരുന്നു. ആ ആഘോഷത്തിന്റെ പ്രചാരണ മാമാങ്കം അവസാനിക്കുമ്പോൾ അതേ ആവേശം വോട്ടർമാർ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് രാവിലെ 7 മുതൽ 1 മണിക്കൂർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ബൂത്തിലും നിന്ന് കാണുന്നത്. ഈ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പ്രാദേശിക ലേഖകന്മാരെ വിളിക്കുമ്പോൾ റൂറൽ ഏരിയകളിലും ഒക്കെ തന്നെ, ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ഇതേ രീതിയിലൊരു ക്യൂ കാണാൻ കഴിയുന്നു എന്നാണ് നമുക്ക് തിരുവനന്തപുരം തെക്കൻ ജില്ലയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ രാവിലെ മുതൽ തന്നെ ഈ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ബൂത്തുകളിലൊക്കെ, അതായത് ഈ വോട്ടർ ജനവിധി എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ജനാധിപത്യത്തിന്റെ ആ പ്രക്രിയ, വോട്ട് രേഖപ്പെടുത്തുക, സംവിധാനം വിനിയോഗിക്കുക, അതിൻ്റെയൊക്കെ ഭാഗമാകുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ്സ് മനസ്സിലാക്കി ജനങ്ങളൊക്കെ തന്നെ അതിന്റെ ഭാഗമാകുന്നു. വോട്ടർമാർ എല്ലാ ബൂത്തുകളും ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ഏറ്റവും പ്രധാനമായ ജനവിധിയാണ്. കേരളം ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നു. തുടർച്ചയാണോ അതോ ഒരു ഭരണമാറ്റമാണോ എന്നതൊക്കെ തന്നെ തീരുമാനിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ജനവിധി. ആ ജനവിധിയുടെ ഒരു ഭാഗമാകുന്ന ജനങ്ങൾ ഈ ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ആവേശമൊക്കെ തന്നെ ഈ മുന്നണികൾ, 3 മുന്നണികളുടെ ഒരു ആവേശമൊക്കെ തന്നെ വോട്ടർമാരും അതേ രീതിയിൽ ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഈ ബൂത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു നീണ്ട നിര എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ആർക്ക് അനുകൂലമാകുന്നു എന്നതൊക്കെ തന്നെ ഒരു പോളിംഗ് ശതമാനം ഒരു ഉച്ചയോടുകൂടി ആകുമ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയൊക്കെ നമുക്കൊരു താരതമ്യ പഠനമൊക്കെ വിധേയമാക്കുമ്പോൾ തന്നെയും എവിടെയാണ് ട്രെൻഡ് എന്ന രീതിയിൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ 1 മണിക്കൂർ പിന്നീടുമ്പോഴുണ്ടാകുന്നൊരു അൺഫിൽറ്റർ ഞാനൊന്ന് ഇടപെടുകയാണ്. വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ മുഖ്യമന്ത്രി നടന്ന് വോട്ട് രേഖപ്പെടുത്താനെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനെത്തുന്ന തത്സമയ ദൃശ്യം. ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പ്രശ്നങ്ങൾ പല പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. വിവാദങ്ങളും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലും വോട്ടിന് പണം നൽകിയെന്ന ആരോപണം വരുന്നുണ്ട്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ BJP മണ്ഡലം ഭാരവാഹി പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 3-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച മുഹമ്മദ് ഷാജി MA ആണ് പണം നൽകിയത്. പണം നൽകുന്ന വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് തർക്കമുണ്ടായതും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാദേശിക DYFI പ്രവർത്തകരാണ് ദൃശ്യം ചിത്രീകരിച്ചത്. എന്തായാലും അസമും പുതുച്ചേരിയും ഇന്ന് കേരളത്തോടൊപ്പം വിധി എഴുതുന്നുണ്ട്. അസമിൽ തുടർച്ചയായ 3-ാം ഊഴം ലക്ഷ്യമിടുകയാണ് BJP. 10 വർഷത്തിന് ശേഷം ഭരണത്തിൽ തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഒറ്റഘട്ടമായിട്ടാണ് അസമിൽ വിധിയെഴുത്ത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി വീണ ജോർജ് ആറന്മുളയിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥിയാണ്, മന്ത്രിയാണ്. വോട്ടെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്യാനെത്തി നിൽക്കുന്ന, വരിയിൽ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. മറുവശത്ത് മറ്റൊരു ബോക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താൻ കൂട്ടമായി അണികളോടൊപ്പം എത്തുന്നൊരു ദൃശ്യം. മറുവശത്ത് ഓടി നടന്ന പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെ ഓടി നടന്ന ആളുകളെയൊക്കെ കാണുന്ന VD സതീശൻ, അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്താനെത്തിയ ദൃശ്യങ്ങളാണ് എത്തുന്ന. RC അമല 194-ാം ബൂത്തിൽ ആണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. ഇത്തവണയും കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനെത്തുന്നത്. വീട്ടിൽ നിന്ന് നടന്നാണ്, പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് തന്നെയാണ്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണ വീട്ടിൽ നിന്ന് നടന്ന് തന്നെയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ, പോളിംഗ് ബൂത്തുകളിലൊക്കെ വലിയ തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ആളുകളൊക്കെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ആറന്മുളയിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വീണ ജോർജ് വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇന്ന് 6 മണിവരെയാണ് വോട്ടിങ്ങിനുള്ള സമയം. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ ഞങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. എങ്കിലും 8:30 മുതൽ തത്സമയ വിവരങ്ങൾ എല്ലാം ഞങ്ങളിലേക്ക് നിങ്ങൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും. മറക്കാതെ കാണുക അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ. നമസ്കാരം.